ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഇൻഡസ്ട്രിയൽ വയറിങ്ങിൽ, അതായത് നമ്മുടെയൊക്കെ നമ്മളൊരു ഷോപ്പ് കാര്യങ്ങളൊക്കെ വയറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളും വരുന്നത്, കേബിളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിപ്പോൾ ഓൾറെഡി ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ വർക്കാണത്. ഓൾറെഡി കേബിൾ വർക്കാണ് വരുന്നത്. കേബിളാണ് കംപ്ലീറ്റ് റൂമുകളിലേക്കും അതുപോലെ തന്നെ ഷോപ്പുകളിലേക്കും പോകുന്നത്. അവിടെ നിന്ന് വരുന്ന കേബിളുകൾ 16-ൻ്റെ കേബിൾ, 14-ൻ്റെ കേബിൾ, 32-ൻ്റെ കേബിൾ, പിന്നെ 70-ൻ്റെ കേബിൾ, അങ്ങനെയൊക്കെയാണ് കേബിളിൻ്റെ സൈസ് വരുന്നത്. ഇതിപ്പോൾ ഓൾറെഡി കേബിൾ വന്നതിന് ശേഷം കേബിളിൻ്റെ, അതായത് പാനൽ ബോർഡിൻ്റെ അകത്തൂടെ കേബിൾ പോകുന്നതിന് കേബിൾ ട്രേ ഉണ്ട്. ആ ട്രേയിലൂടെ സെപ്പറേറ്റ് വന്നിട്ട് സെപ്പറേറ്റ് മീറ്ററുകളാണ് ഓരോ സെക്ഷനിലേക്കും പോകുന്നത്. അതായത് ടോട്ടലായിട്ട് ഒരു സ്ഥലത്തേക്ക് ചെന്നതിന് ശേഷം അവിടെ നിന്ന് സെപ്പറേറ്റ് ഓരോ റൂമുകളിലേക്കും അല്ലെങ്കിൽ ഓരോ ഫ്ലോറുകളിലേക്കും പോകുന്നു. അതിനുവേണ്ടി സെപ്പറേറ്റ് നമ്മൾ ഓരോ മീറ്റർ ബോക്സും അതായിട്ട് അറ്റാച്ച് ചെയ്ത് വരുന്ന ഐസൊലേറ്ററും 3 ഫേസ് നമ്മുടെ ഓൾറെഡി ഫ്യൂസ് യൂണിറ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി 16-ൻ്റെ കേബിളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 16-ൻ്റെ കേബിൾ 6YB 3 ഫേസ് കണക്ഷനാണ് വരുന്നത്. 6YB, പിന്നെ അതിൻ്റെ ന്യൂട്രൽ കണക്ഷൻ, അതായത് റെഡ്, യെല്ലോ, ബ്ലൂ, പിന്നെ ബ്ലാക്ക്, ഇങ്ങനെ 3 കളർ കോഡാണ് വരുന്നത്. RYB എന്ന് ഉദ്ദേശിച്ച റെഡ്, യെല്ലോ, ബ്ലൂ, ഇത് 3 ഫേസും ന്യൂട്രലുമായിട്ട് വരുന്ന നമ്മുടെ ബ്ലാക്കുമാണ് വരുന്നത്. ഇത് നേരിട്ട് വരുന്ന കേബിളാണ്. ഇതിപ്പോൾ റൂമുകളിലേക്ക് പോയിരിക്കുന്ന കേബിളാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കണക്ഷൻ വരുന്നതെന്ന് വെച്ചാൽ ഐസൊലേറ്റർ നമ്മൾ ഒരെണ്ണം കൊടുക്കുന്നുണ്ട്, പിന്നെ 3 ഫ്യൂസ് യൂണിറ്റ് കൊടുക്കുന്നുണ്ട്. 3 ഫ്യൂസ് യൂണിറ്റ് 3 ഫേസിന് വേണ്ടിയിട്ട് 3 ഫ്യൂസ് യൂണിറ്റാണ് കൊടുക്കുന്നത്. 6YB എന്ന് പറയുന്ന ഫ്യൂസ് യൂണിറ്റും പിന്നെ ന്യൂട്രൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ താഴെ കാണുന്ന ലിങ്ക് കണ്ട, താഴെ നിന്നാണ് നേരെ താഴേക്ക് 6-ൻ്റെ വയർ ഇട്ടതിന് ശേഷം നേരെ താഴേക്ക് മീറ്റർ ബോക്സിലേക്കാണ് കൊടുക്കേണ്ടത്. 2 ട്രേ ആണുള്ളത്, 2 അറകളാണ് വരുന്നത്. ഒരു സെക്ഷൻ ഐസൊലേറ്ററും നമ്മുടെ 3 ഫേസ് 3 ഫ്യൂസ് യൂണിറ്റും വെച്ചിരിക്കുന്നതിന് തൊട്ട് താഴെയാണ് അതിൻ്റെ വരുന്നത്. തൊട്ട് താഴെയായിട്ട് അതിൻ്റെ മീറ്റർ വയ്ക്കാനുള്ള ഓപ്ഷൻ കൂടി കൊടുത്തിരിക്കുന്നു. അത് ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ട് പാനൽ ബോർഡ് വയറിംഗ് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. നേരെ താഴെ വരുന്നത് കണ്ടോ, ഈ സെക്ഷനിലേക്കാണ് 3 ഫേസ് കണക്ഷൻ്റെ 6YB എന്ന് പറയുന്ന 3 ഫേസും ഒരു ന്യൂട്രലും കൂടി താഴേക്ക് നമ്മൾ ഇറക്കിയിട്ടിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ ഫിനിഷിങ് കഴിഞ്ഞതിന് ശേഷം KSEBിയുടെ മീറ്റർ വരുന്നത്. ഇവിടെയാണ്. ഇതിൻ്റെ താഴേക്ക് കണ്ട ബസ് ബാർ ചാമ്പർ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ഇതിൻ്റെ താഴേക്കാണ് നമ്മൾ അതായത് മീറ്ററിലേക്ക് വരുന്ന കണക്ഷൻസ് നേരെ വന്നതിന് ശേഷം ഈ പറയുന്ന എല്ലാ മീറ്ററുകളിൽ നിന്ന് നേരെ വന്നതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് KSEBിയുടെ ഒരു സെക്ഷൻ കൊണ്ടുവന്ന് ഇറക്കും. അതൊരു 70-ൻ്റെ കേബിളായിരിക്കും. ആ 70-ൻ്റെ കേബിളിൽ നിന്ന് സെപ്പറേറ്റ് കണക്ഷൻസാണ് ഇതിൻ്റെ അകത്തേക്ക് വരുന്നത്. അത് സെപ്പറേറ്റ് വരുന്ന ബസ് ബാർ വഴിയാണ് വരുന്നത്. അതായത് 3 ഫേസിൻ്റെ 3 അലൂമിനിയത്തിൻ്റെ ബസ് ബാർ ഉണ്ട്. ആ 3 ഫേസ് ബസ് ബാർ വഴിയാണ് ഓരോ സെക്ഷനിലേക്കും വരുന്നത്. ഇതിപ്പോൾ ഓൾറെഡി സെപ്പറേറ്റ് കണക്ഷൻസാണ് നമ്മൾ റൂമുകളിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതെല്ലാം തന്നെ 3 ഫേസ് കണക്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ചില സെലക്ഷനിൽ 3 ഫേസ് ആവശ്യമുണ്ടാകും, ചില ഷോപ്പുകളിൽ നമുക്ക് സിംഗിൾ ഫേസ് ആവശ്യമുണ്ടാകും. അപ്പോൾ നമ്മൾ ഓൾറെഡി പാനൽ ബോർഡ് ചെയ്യുന്ന സമയത്ത് 3 ഫേസ് തന്നെ ചെയ്തിടും. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യമേ തന്നെ നേരെ ഫ്യൂസ് യൂണിറ്റിലേക്കാണ് വരുന്നത്. ഫ്യൂസ് യൂണിറ്റിൻ്റെ താഴെയിലാണ് മീറ്ററിൽ നിന്ന് നേരിട്ട് വരുന്നത്. അതിനുശേഷം ഫ്യൂസ് യൂണിറ്റിൻ്റെ ഔട്ടിൽ നിന്ന് നേരെ ഐസൊലേറ്ററിലേക്ക് വരുന്നു. ഐസൊലേറ്ററിൽ നിന്ന് നേരിട്ട് ഈ പറയുന്ന കേബിളിലേക്ക് ഔട്ട് വരുന്നു. ഈ കേബിൾ വഴിയാണ് നമ്മുടെ റൂമുകളിലേക്ക് സെപ്പറേറ്റ് DBകളിലേക്ക് പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അത്യാവശ്യം ഒരു പാനൽ ബോർഡിൻ്റെ ഏതെങ്കിലും റൂമിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഒരു ഫ്ലോറിലേക്ക് പോകുന്ന വയറിങ്ങിൻ്റെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.